വിശദാംശങ്ങളിലേക്ക് പോകാം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ നീതിക്കായി പ്രതിഷേധത്തിനൊരുങ്ങി കുടുംബം. CBI അന്വേഷണം നടപ്പിലാക്കാൻ വൈകുന്നു. നീതി നടപ്പായില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. ഇന്ന് പിതാവ് പ്രതിപക്ഷ നേതാവിനെ കാണും. അതേസമയം പൂക്കോട് സർവകലാശാലയിലെ പുതിയ VC-യെ ഇന്നറിയാം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേർന്നു. വിഷ്ണു, സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പാക്കാൻ വൈകുകയാണ്. കുടുംബം ഏത് രീതിയിൽ പ്രതിഷേധിക്കുന്നു? ഫിജി, കുടുംബം നേരത്തെ തന്നെ ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി അന്നേരം CBI അന്വേഷണം ഉടനടി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ പിതാവിന്റെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രി ഉടൻ തന്നെ അത് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. CBI അന്വേഷണം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. അതിനുശേഷം CBI അന്വേഷണത്തിൽ ഉത്തരവ് ഇടുന്നതോടെ തന്നെ ഒരു തൃപ്തി കുടുംബത്തിനുണ്ടായിരുന്നു. ഏതായാലും കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ മങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ താൽക്കാലികമായി നിയമിച്ച VC തന്നെ 33 പേരെ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ ഗവർണർ നടപടി ആവശ്യപ്പെട്ടു. ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ചതോടെ തന്നെ VC രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ SFI പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിലെന്ന് കുടുംബത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് സർക്കാരിനെ സമീപിക്കുമ്പോൾ പോലീസ് അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നു. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതികളിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം പിതാവ് പറയുന്നത് പോലീസ് അന്വേഷണം തൃപ്തികരമല്ല, അതുകൊണ്ട് CBI അന്വേഷണം തന്നെ വേണമെന്നാണ്. എന്നാൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പറയുന്നത്. നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ഉടൻ ഉണ്ടായില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് കുടുംബസമേതം മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കാര്യങ്ങളുടെ നീക്കുപോക്ക് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. അതേസമയം മറ്റൊരു കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവിനെ കാണാനായി സിദ്ധാർത്ഥിന്റെ പിതാവ് പോകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കും. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന്റെ സഹായവും തേടും. ഏതായാലും കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടതോടെ തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഗവർണർ ഇക്കാര്യത്തിൽ കഴിയുന്നത് അത്രയും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധവും അതുപോലെ പിന്തുണയും ലഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയെ കാര്യം കണ്ട് ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും CBI അന്വേഷണം ഉടൻ തന്നെ ആവശ്യമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇന്ന് VC നിയമിക്കുന്ന കാര്യം, പുതിയ VC നിയമിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരും. ഏതായാലും ഗവർണർ പുതിയ VC നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഫിജി.